നിഖിൽ പ്രമേഷ്. നിഖിലിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ശരിക്കും നിഖിലെ, ഈ ഒരിക്കലെങ്കിലും പൂരം കണ്ടിട്ടുള്ള ആളിന് മറക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. അത്ര വിസ്മയകരം, അത്ര അത്ഭുതകരമായ കാഴ്ചകൾ, അത്ര ദൃശ്യവിസ്മയമാണ് തൃശ്ശൂർ ഒരുക്കുന്നത്. പറയൂ നിഖിൽ. തീർച്ചയായിട്ടും സ്കേൻ, ഞാനിപ്പോ ശ്രീമൂലം സ്ഥാനത്താണ്. സ്കേൻ സൂചിപ്പിച്ച പോലെ ഒരു തവണയെങ്കിലും പൂരം കണ്ട ഒരാൾ പിന്നീട് എല്ലാ വർഷവും ഈ നാളുകളാണ് പൂര നാളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സ് അവരെ ഇവിടേക്ക് അടുപ്പിക്കും. കാരണം അതൊരു വല്ലാത്ത മാന്ത്രികതയാണ്, ഒരു എനർജിയാണ്. അത് സ്ഥിരമായ ആളുകളിലേക്ക് അങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ മന്ത്രി കെ രാജൻ പറയുകയായിരുന്നു, ഒരു തവണ വന്ന് ഒരുപാട് ക്ഷീണത്തിലൊക്കെ അലച്ചിലൊക്കെ പെട്ട ആളുകൾ അയ്യോ ഇനിയില്ല അടുത്ത കൊല്ലം എന്ന് പറയുമെങ്കിലും അവരെ ഇവിടേക്ക് എത്തിക്കും. അവർക്ക് അതിനുള്ളൊരു വല്ലാത്തൊരു ആവേശം ഉണ്ടാകും ഈ പൂരത്തിലേക്ക് എത്തിച്ചേരാൻ. അത് എല്ലാ വർഷവും നമുക്ക് കാണാനാവുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ പടിഞ്ഞാറൻ നടയിലാണ്. ഇവിടെ നിൽക്കാനുള്ള കാരണം, നമ്മൾ രാവിലെ കണിമംഗലം ശാസ്താവിനൊപ്പം ആദ്യം ഇവിടേക്ക് എത്തുന്ന ചെറുപൂരം എന്നുള്ള നിലയ്ക്ക് കണിമംഗലം ശാസ്താവിനൊപ്പമാണ് വന്നത്. കണിമംഗലം ശാസ്താവിനൊപ്പം ഇവിടേക്ക് എത്തി തെക്കേ ഗോപുര നടവഴി അകത്തേക്ക് പ്രവേശിച്ച് ഇനിയിപ്പോ പടിഞ്ഞാറ് നടവഴിയാണ് താഴേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ആ ഇറക്കം, അവരുടെ പുറത്തേക്കുള്ള ഇറക്കം കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തവണത്തെ പൂരത്തിന്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ സ്കേൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാണികളെ കാണാൻ കഴിയുന്ന ഒരു പൂരം എന്നുള്ളതാണ് നമുക്ക് ഇത്തവണ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത. ഞാൻ 8ാമത്തെ വർഷമാണ് തുടർച്ചയായി പൂരം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടില്ലാത്തതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകൾ ഇത്തവണ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ മന്ത്രിയും ജില്ലാ കളക്ടറും ഒക്കെ വ്യക്തമാക്കിയ കാര്യം ഏതാണ്ട് 18 ലക്ഷം ആളുകളോട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തൃശൂർ നഗരം പോലെയുള്ള ഒരു സ്ഥലം 18 ലക്ഷം ആളുകളെ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ അത് എങ്ങനെയെങ്കിലൊക്കെ പൂരപ്രേമികൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ നൽകി, സഹകരണങ്ങൾ നൽകി അതൊക്കെ അത്രയും ആളുകൾ ഉൾക്കൊള്ളാനുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഒരുപാടധികം ആളുകൾ എത്തിച്ചേർന്നത്. കുറച്ച് പേരോടൊക്കെ ഒന്ന് ചോദിക്കാം, എവിടുന്നാണ് ചേട്ടൻ, എവിടുന്നാണ് വരുന്നത്? ഞാൻ കണിമംഗലം ശാസ്താവ് വലിയാലിക്കൽ. അവരുടെ കൂടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങുമ്പോ ഒരാന, പിന്നീട് അത് 7, ഇവിടെ എത്തുമ്പോ 9. ഒരുപാട് ആളുകളുണ്ട് സ്കേ, നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം. എവിടുന്നാ വരുന്നത് ചേട്ടാ? വീട്ടിലുള്ള ആളുകളൊക്കെ ഇന്ന് വരുമോ അതോ നിങ്ങൾ നാളെ പകൽപൂരത്തിന്? അതാണ് തൃശ്ശൂർക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞ സ്കൈൻ. ഇപ്പൊ ഇന്നലെയൊക്കെ അവരുടെ വീട്ടിൽ നിറയെ അതിഥികളായിരിക്കും. അപ്പൊ അതിഥികളെ പൂരം കാണാൻ വിടും അല്ലെ, അങ്ങനെയല്ലേ? നാളെ നിങ്ങളുടെ വീട്ടിലെല്ലാരും കൂടെ. പണ്ടൊക്കെ പകൽപൂരം ഈ തൃശ്ശൂർക്കാരുടേത് മാത്രമായിരുന്നു എന്നാണ് പറയാം. തൃശ്ശൂർക്കാരുടെ പൂരം അവർക്ക് കൂടാൻ വേണ്ടിയുള്ള പൂരം എന്നൊക്കെയാണ് പറയാറെങ്കിലും ഇപ്പോ അത് പകൽപൂരത്തിനും ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ചേട്ടൻ എവിടുന്നാ വരുന്നത്? പാലക്കാട് പിലാപ്പറ്റ. ഇവിടുത്തെ പൂരൊക്കെ വെച്ച് നോക്കുമ്പോ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്? അവിടുത്തെ പൂരം പറഞ്ഞാൽ എല്ലാവരും കൂടി നമ്മൾ സംഗമിക്കുന്നതാണ്. ഹിന്ദു മുസ്ലിം കക്ഷി രാഷ്ട്രീയ മറ്റങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും യോജിച്ച് ഉണ്ടാവുന്ന ഒരുമയൊരു പൂരമാണ്. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും ഞാൻ പൂരപ്രേമിയാണ്. ഏറ്റവും ഇഷ്ടം എന്താ? ഇപ്പം കുടമാറ്റം ഉണ്ട്, വെടിക്കെട്ടുണ്ട്, പിന്നെ ഇലഞ്ഞിത്തറ മേളുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പോഴത്തെ കുടമാറ്റം വെടിക്കെട്ടിന് അതിനനുസരിച്ച് സൗകര്യം ഇല്ല ഇവിടെ. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വെടിക്കെട്ട് അതിഗംഭീരായിരുന്നു കേട്ടോ. സാമ്പിള് അതിഗംഭീരായിരുന്നു. അതിനെ നന്നാക്കി കുറിച്ച് പറയാതെ വയ്യ. സാമ്പിള് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർ, ഈ പൂരം ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. നിങ്ങളുടെ സന്ദേശങ്ങൾ ഞാൻ നോക്കും കേട്ടോ തിരക്കിനിടയിൽ. സതീഷ് ഇ.കെ. പറഞ്ഞ് ഞാൻ പട്ടാമ്പിക്കാരനാണ്, സന്തോഷം പട്ടാമ്പിക്കാരാ. പക്ഷേ ഇന്ന് വരെ ഞാൻ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല. എൻ്റെ അമ്മോ, അത് കുറച്ച് കടന്ന കയ്യായിപ്പോയി. എന്നാലും എൻ്റെ എല്ലാവിധമായ ആശംസകളും. എൻ്റെ പട്ടാമ്പിക്കാര, അടുത്ത വണ്ടി പിടിച്ച് തൃശ്ശൂരിലെത്തുക. ഈ പൂരാവേശം ഒരു പട്ടാമ്പിക്കാരൻ്റെ ഉള്ളിൽ നിറയണമെങ്കിൽ അത് നേരിട്ട് കാണുക തന്നെ വേണം. അതുപോലെ വസന്തകുമാർ ചോദിക്കുന്നത്, വിജയകുമാർ സാറില്ലേ ഈ മേളം കൊട്ടിക്കയറുന്ന സമയത്ത് ഇവിടെ നിന്ന് പിതുക്കാനും പതുക്കാനും ഒക്കെ വിജയകുമാർ ഉണ്ടാകും. വിജയകുമാറുള്ള എന്ത് പൂരം, അപ്പം നമ്മളില്ലാതെ എന്ത് പൂരം അത് നടക്കും. മാത്രമല്ല നമ്മുടെ വാർത്താ സംഘം മുഴുവൻ മൊത്തം ആവേശത്തോടെയായിരിക്കും ഈ പൂരത്തെ വരവേൽക്കുക. ഈ പൂരത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി നമുക്കൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൂരമായി. പൂരത്തോടെ പൂരം പൊടി പൂരം, അതായിരിക്കും നമ്മുടെ കാര്യം. അപ്പോൾ സതീഷ് സുരേന്ദ്രൻ പറഞ്ഞ സ്മിത ആൻഡ് ഓൾ ടീം പൂരത്തിൻ്റെ ആവേശം 24-നൊപ്പം കാണുന്നു. 24-നൊപ്പം കാണുക. 24 അതിൻ്റെ വിസ്മയത്തിൻ്റെ എല്ലാ ദൃശ്യ സാധ്യതകളും ദൃശ്യ ലാവണ്യവും ഒക്കെ തന്നെ ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും തൃശ്ശൂരിൽ നടത്തിയിട്ടുണ്ട്. പൂരപ്പറമ്പിൽ നമ്മുടെ ഗഡികൾ വിലസും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഉറപ്പു തരുന്നു. ഇനി നമുക്ക് ശ്രീകാന്തിലേക്കൊന്ന് പോകണം. ശ്രീകാന്ത് പാറമേക്കാവിൻ്റെ മുന്നിലാണ് ശ്രീകാന്ത് ഉള്ളത്. ശ്രീകാന്ത്, ഇപ്പോൾ പാറമേക്കാവിൽ എന്താ നടക്കുന്നത് പറയൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലാണ്. അതെ, ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആനകളുടെ മേക്കപ്പ് റൂമാണ്. ഈ ഗജവീരന്മാരെ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ കാണാറുള്ളത് സാധാരണ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നല്ല സുന്ദര കുട്ടപ്പന്മാരായി ഇവരാ
സ്വരാജ് റൗണ്ടിന് മുന്നിലേക്ക് അവിടെ ആ തെക്കൻകാട് മൈതാനിയിലേക്ക് എഴുന്നള്ളുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇവരെങ്ങനെയാണ് എവിടെ നിന്നാണ് ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങുന്നത് എന്നുള്ള കാഴ്ച കൂടി നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതേ ഒട്ടനവധി ഗജവീരന്മാർ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അവരെ രാവിലെ കുളിപ്പിച്ചൊരുക്കുകയാണ്. അവരുടെ ആശാന്മാർ അതേ പൈപ്പൊക്കെ പിടിച്ച് അതേ അവിടെ നിൽക്കുന്നുണ്ട്. ഒരാള് കാലൊക്കെ നന്നായി ഭംഗിയായി തന്നെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇവരെ കുളിപ്പിച്ചൊരുക്കി കുട്ടപ്പന്മാരാക്കി പൂരപ്രേമികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ആ ശ്രമകരമായ പണി SK നടക്കുന്നത്. നമുക്ക് ചെന്നൈയിൽ നിന്ന് ഒരു പൂരപ്രേമി എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എവിടുന്നാ വരുന്നത്? I want actually coming from Chennai, native of Palakkad, കിഴക്കഞ്ചേരി. ഓക്കെ, ഞാൻ ഒരുപാട് ഫയൽ പ്രിപ്പയർ ചെയ്തിട്ട് ആനകളെ കുറിച്ചിട്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വന്ന് നമ്മുടെ തെച്ചിക്കോട്ടയോ ദേവിദാസ് ആനകളെല്ലാം ആനകളുടെ ലക്ഷണം നോക്കി പറയാൻ പറ്റും. പറയപ്പോ ഞാൻ ഒരു 40 കൊല്ലം ടച്ചില്ല. പഴയ ആനകളെ പറ്റി പറയാം. അത് ചൈത്രം വച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒരു പ്രത്യേകത, കുറച്ച് പ്രത്യേകത ആന ഇപ്പൊ പ്രായമായി വളരെ നല്ല ഗാംഭീര്യമുള്ള ആനയാണ്. എവിടെ പോയാലും നമ്പർ 1 ആണ്. പഴയ കാലത്തൊക്കെ നല്ല 1982 ഈ ആന നമ്മുടെ ഇവിടെ വന്നത്. 70,000 രൂപയ്ക്കായി സ്വാമി വാങ്ങിയത്. ആര്? തൃശ്ശൂര്. അവിടുന്ന് തെച്ചിക്കൊണ്ട് അവർ വാങ്ങി. അന്ന് തൊട്ട് ആന ഇപ്പൊ നല്ല പ്രഗത്ഭമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കുറിച്ച് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാനും പേഴ്സണലി തെച്ചിക്കോട്ടുകാവ് രാമന്റെ വളരെ വലിയ ആരാധകൻ കൂടിയാണ്. അത് മാത്രമല്ല, അതേ ഇങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുകയാണ് ഈ ഗജവീരന്മാരുടെ ഒരു നീണ്ട നിര. ഇവരെല്ലാം തന്നെ കുറച്ച് കഴിയുമ്പോൾ സുന്ദര കുട്ടപ്പന്മാരായി കുളിച്ച് ഫ്രഷായി നേരെ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ അവിടേക്ക് എത്തും. സ്വരാജ് റൗണ്ടൊക്കെ കടന്ന് നേരെ തെക്കൻകാട് മൈതാനിയിലേക്ക് എത്തും. പാപ്പാന്മാരൊക്കെ തന്നെ അണിനിരന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ പുറകെ തന്നെയായിരുന്നല്ലേ? പൂരം ഒരു ആവേശം തന്നെയാണല്ലേ ആനയും കൊണ്ട് വരുമ്പോഴത്തേക്ക്? തൃശ്ശൂർ പൂരം ആവേശത്തിന്റെ ആവേശം തന്നെയാണ്. എത്ര കാലമായിട്ടുണ്ട് ഈ പൂരത്തിന്റെ ഒപ്പം? കുറച്ചാളായി കൂടെ. ഏത് ആനയുടെ കൂടിയാ നിലവിൽ? മറ്റേ അമ്പാടി അമ്പാടി മാവേട്ടക്കും പിന്നെ ഗണപതി ആന ശരി. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഒക്കെ ഈ ആനകളെ തിരിച്ചറിയാൻ കഴിയുന്ന ആനക്കമ്പമുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് നിരന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് മുന്നിൽ ഉച്ചയോടുകൂടി എത്താൻ പോകുന്ന, അണിഞ്ഞൊരുങ്ങി എത്താൻ പോകുന്ന ഗജവീരന്മാർ. ശരി, ഘടകപൂരങ്ങൾ, പ്രധാന 2 പൂരങ്ങൾ കൂടാതെ ഘടകപൂരങ്ങളുടെ ഒരു വരവുണ്ട് ഈ നമ്മുടെ തേക്കിൻകാട് മൈതാനിയിലേക്ക്. ഇലഞ്ഞിത്തറമേളം, മടത്തിൽ വരവ്, അതോടൊപ്പം തന്നെ വൈകുന്നേരം കുടമാറ്റം ഒരു സംഭവം തന്നെയാണ്. ഇവരെല്ലാം ഇങ്ങനെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് നെറ്റിപ്പട്ടമൊക്കെ കയറ്റി അവിടെ ആ തേക്കിൻകാട് മൈതാന തിരുവശത്തുമായി അങ്ങനെ നിരന്നങ്ങനെ നിൽക്കും. അതിനുശേഷം മത്സരിച്ച് കുടമാറ്റം, ഭഗവതിമാരും അവരുടെ നേതൃത്വത്തിൽ മത്സരിച്ചുള്ള കുടമാറ്റം നമുക്ക് കാണാം. വിവിധ വർണ്ണങ്ങളിൽ വിവിധ സർപ്രൈസുകൾ ഒളിപ്പിച്ചുള്ള കുടമാറ്റം കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പൂരം തൃശൂർ പൂരം എന്ന് പറയുന്നുവെങ്കിലും ഈ പൂരം നമ്മുടെ മലയാളക്കരയുടെ ഒന്നാകെ പൂരമായി മാറാൻ പോവുകയാണ്. പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര പുരുഷാരം, 10,000-കണക്കിന് ആളുകൾ നിറയാൻ പോകുന്നു തേക്കിൻകാട് മൈതാനത്തേക്ക്. അതിന്റെ ഓരോ ദൃശ്യങ്ങളും നമ്മൾ ഒപ്പിയെടുക്കും. അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. ശ്രീകാന്താണ് പാറമേക്കാവിൽ നിന്ന് നമുക്കിപ്പം ചേർന്നത്.